നാരായണായ. നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഭഗവത് സ്മരണം ഒന്നു മാത്രമാണ് ആപത്ത് നീക്കുന്നതിനുള്ള ഉപായമെന്ന് തെളിയിക്കുന്ന കഥയാണ് ഗജേന്ദ്രമോക്ഷ കഥ. ഗജേന്ദ്രനായിത്തീർന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിൻ്റെ പൂർവ്വകഥ വിവരിച്ചുകൊണ്ടാണ് ദശകം തുടങ്ങുന്നത്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഗണ്ഡാതിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. ഒരിക്കൽ പാണ്ഡ്യദേശത്തെ രാജാവായിരുന്ന ഭഗവത് ഭക്തനായിരുന്ന ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ ഭഗവത് പൂജയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് അഗസ്ത്യ മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹം അതിഥിയായി എത്തിയ തന്നെ രാജാവ് ആദരപൂർവ്വം സൽക്കരിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ മനസ്സ് മുഴുവനും ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കൊണ്ട് രാജാവ് മഹർഷി വന്നത് ശ്രദ്ധിച്ചില്ല. തീക്ഷ്ണ ഭക്തിയിൽ ഇന്ദ്രദ്യുമ്നൻ മുഴുകിപ്പോയതുകൊണ്ടാണ് മഹർഷി വന്നത് അറിയാതിരുന്നത്. എന്നാൽ അഗസ്ത്യ മഹർഷിക്ക് രാജാവിൻ്റെ ഈ നിശ്ചല സ്വഭാവം തീരെ പിടിച്ചില്ല. അദ്ദേഹം എന്തു ചെയ്തു എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാത്സോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. അഗസ്ത്യ മഹർഷി രാജാവിന് തൻ്റെ നേരെയുള്ള ഈ അനാദരവ് കണ്ട് കോപിഷ്ഠനായി തീർന്നു. ഗർവിത ബുദ്ധിയോടെ ഇരിക്കുന്ന നീ ഒരാനയായി തീരട്ടെ എന്ന് ഇന്ദ്രദ്യുമ്നനെ ശപിച്ച് തിരിച്ചുപോയി. എന്നാൽ ഭഗവത് സ്മരണയിൽ മുഴുകിയിരുന്ന തനിക്ക്, ഒരു തെറ്റും ചെയ്യാതിരുന്ന തനിക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നുവല്ലോ എന്നൊന്നും രാജാവ് ചിന്തിച്ചില്ല. മഹർഷിയോട് തനിക്ക് ശാപമോക്ഷം പോലും ആവശ്യപ്പെട്ടില്ല. ഇത് തൻ്റെ പ്രാരബ്ധമാണെന്നേ ഇന്ദ്രദ്യുമ്നൻ കരുതിയുള്ളൂ. യഥാർത്ഥ ഭക്തിയുള്ള ഒരാൾ ആപത്തിൽ പോലും പതറിപ്പോവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ശാപപ്രഭാവത്താൽ രാജാവ് ആനയായി തീർന്നു. ആനയായിട്ട് കൂടി ഭഗവത് ഭക്തി ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കയാൽ ഗജേന്ദ്രഭാവം അദ്ദേഹത്തിന് അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ഗജേന്ദ്രൻ ഭഗവത് സ്മരണയോടെ ധന്യനായി സന്തോഷമായി ജീവിച്ചു വന്നു. ആനയായി ജന്മമെടുത്തിട്ടും ഈ ഗജേന്ദ്രന്റെ ഉള്ളിൽ തൻ്റെ പൂർവ്വജന്മത്തിലുള്ള ഹരിസ്മൃതി ഒട്ടും കുറയാതെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗജേന്ദ്രൻ സന്തോഷമായി ഇപ്രകാരമാണ് കാലം കഴിച്ചു കൂട്ടിയത് എന്ന് പറയുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. ദുഗ്ധാംബോധേർമധ്യപാചിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭ. പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടപർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് പൂർവജന്മത്തിലെ ഇന്ദ്രദ്യുമ്നന് ഗജേന്ദ്രനായി ജനിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടായത്. അങ്ങനെ ഒരു തരത്തിലുള്ള ആശങ്കയോ ദുഃഖമോ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാതെ പിടിയാനകളോടൊന്നിച്ച് ത്രികൂടപർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം കളിച്ചുല്ലസിച്ച് വിഹരിച്ചങ്ങനെ നടന്നു. മാത്രമല്ല മറ്റുള്ള സകല കാട്ടുമൃഗങ്ങളെയും കവച്ചു വെക്കുന്ന രീതിയിൽ ഈ ഗജേന്ദ്രൻ ശ്രേഷ്ഠനായി തീർന്നു. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഭജിക്കുന്നവർക്ക് ഏത് ജന്മത്തിലായാൽ എന്താ, ഏത് ശരീരമെടുത്താൽ എന്താ, അവരുടെ മേന്മയ്ക്ക് എവിടെയാണ് ഒരു കുറവ് വരുന്നത്? ഭഗവത് ഭക്തന്മാർ ഏത് നിലയിലായാലും മേന്മയുള്ളവരായി തീരുമെന്ന് ഗജേന്ദ്രന്റെ ഈ കഥയിലൂടെ മേൽപ്പത്തൂർ സമർത്ഥിക്കുകയാണ്. ഗജേന്ദ്രന്റെ ജീവിതത്തിലെ ധന്യനിമിഷങ്ങളിലേക്ക് വഴിയൊരുക്കുന്ന ഒരു സംഭവത്തിന്റെ തുടക്കമാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. സ്വേനസ്തേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാനപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമദാന്തസരസ്യാം യൂഥൈ സാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. പാലാഴി മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനമാണ്. അവിടെയുള്ള ത്രികൂടപർവ്വതത്തിലാണ് ഗജേന്ദ്രൻ വസിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ദിവ്യദേശത്തിന്റെ മഹിമ കൊണ്ടും തൻ്റെ ശരീരശക്തി കൊണ്ടും ആരെയും പേടിക്കാതെ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും അനുഭവിക്കാതെ അങ്ങനെ കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു ദിവസം വേനൽ ചൂടിന്റെ ആധിക്യം കൊണ്ട് ഈ ഗജേന്ദ്രനും കൂട്ടർക്കും തളർച്ചയുണ്ടായി. അപ്പോൾ ഭഗവാനെ, അവിടുത്തെ പ്രേരണ മൂലം ഈ ഗജേന്ദ്രൻ പർവ്വതച്ചെരുവിലുള്ള താമരപ്പൊയ്കയിൽ ഇറങ്ങിച്ചെന്ന് മറ്റുള്ള ആനകളോടുകൂടി
വെള്ളം കുടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിപ്പിച്ചുമെല്ലാം കളിച്ചു രസിച്ചു. ഇവിടെ മേൽപ്പത്തൂർ ഭഗവാന്റെ പ്രേരണ മൂലം എന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ ഗജേന്ദ്രൻ എന്തൊക്കെയാണോ ഇനി അനുഭവിക്കാനിരിക്കുന്നത് അത് ഭഗവാന്റെ സങ്കല്പമാണ്. അത് അനുഭവിക്കാനായി അവിടെ എത്തിക്കുക എന്നതും ഭഗവാന്റെ സങ്കല്പമാണ്. നമ്മളും ഇടയ്ക്കൊക്കെ പറയാറില്ലേ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഗുണമോ ദോഷമോ ഒക്കെ ആയിരിക്കാം. എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് അവിടേക്ക് പോകാൻ തോന്നി എന്നെല്ലാം പറയാറുണ്ടല്ലോ. ഈ തോന്നൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ അനുഭവിക്കാനിരിക്കുന്നത് അങ്ങോട്ട് ഭഗവാൻ നമ്മളെ നയിക്കുകയാണ്. അങ്ങനെ കരയിൽ ശക്തനായ ഈ ഗജേന്ദ്രനെ വെള്ളത്തിൽ ബലം കൂടുന്ന മുതല പിടികൂടുന്നു. ഹൂഹൂസ്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ഗജേന്ദ്രന് മോക്ഷം ലഭിക്കുന്നത് ഈ തടാകത്തിൽ വെച്ചാണ് എന്നായിരുന്നു ഭഗവാന്റെ സങ്കല്പം. അതുകൊണ്ട് ഭഗവാൻ ഗജേന്ദ്രനെ ഈ തടാകത്തിൽ എത്തിച്ചു. ദേവലമുനിയുടെ ശാപം മൂലം ഹൂഹു എന്ന ഗന്ധർവൻ മുതലയായി തീർന്ന് ഇതേ തടാകത്തിൽ വസിച്ചിരുന്നു. ഈ ശാപകഥ ഇപ്രകാരമാണ്. ദേവലൻ എന്ന മഹർഷി സരസിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കെ ഹൂഹു എന്ന ഗന്ധർവൻ അദ്ദേഹത്തെ വെറുതെ ഒന്ന് കളിപ്പിക്കാനായി വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ കാലിൽ ചെന്ന് പിടിച്ചുവത്രേ. അപ്പോൾ കുപിതനായ മഹർഷി, ഒരു മുതലയെപ്പോലെ പ്രവർത്തിക്കുന്ന നീ ഒരു മുതലയായി തീരട്ടെ എന്ന് ഗന്ധർവനെ ശപിച്ചു. അങ്ങനെയാണ് ഗന്ധർവൻ മുതലയായി തീർന്നത്. ഗജേന്ദ്രന് മോക്ഷം നൽകുന്നതിനോടൊപ്പം തന്നെ ഈ ഗന്ധർവനെയും ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗജേന്ദ്രനെ ഭഗവാൻ ഈ താമരപ്പൊയ്കയിൽ എത്തിച്ചത്. അങ്ങനെ തന്റെ കൂട്ടുകാരുമൊത്ത് തടാകത്തിൽ ക്രീഡിച്ചുകൊണ്ടിരുന്ന ഗജേന്ദ്രന്റെ കാലിൽ ഈ മുതല പിടികൂടി. അപ്പോൾ അതുവരെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഈ ഗജേന്ദ്രൻ മുതലയുടെ പിടിയിൽപ്പെട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി. കഷ്ടപ്പാടുകൾ അനുഭവിക്കാത്തവർക്ക് ശാന്തിയും ക്ഷമയും ഉണ്ടാവില്ല. അവിടുത്തെ ഭക്തന്മാർക്ക് അവിടുന്ന് ക്ലേശങ്ങൾ വരുത്തിക്കൂട്ടുന്നത് പിന്നീട് അവർക്ക് നല്ല അനുഭവങ്ങൾ നൽകുന്നതിനും അവരുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കുവാനും മാത്രമായിട്ടാണല്ലോ ഭഗവാനെ എന്ന് മേൽപ്പത്തൂർ ഉറപ്പിച്ചു പറയുകയാണ്. വളരെ കാലം തന്റെ ശക്തി കൊണ്ട് മുതലയുമായി എതിർത്ത് പിടിച്ചു നിന്ന ഗജേന്ദ്രൻ ഒടുവിൽ മുതലയ്ക്ക് കീഴടങ്ങുന്നു. ത്വൽസേവായ വൈഭവാധുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. അങ്ങനെ ഗജേന്ദ്രൻ ഭഗവാനിൽ ഭക്തിയുള്ളതുകൊണ്ടും തന്റെ ശരീരശക്തി കൊണ്ടും 1000 വർഷക്കാലം ഒരു നീക്കുപോക്കുമില്ലാതെ മുതലയുമായി എതിർത്തു നിന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയും കാലം ഗജേന്ദ്രന് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നില്ല. തൻ്റെ ശരീരബലം കൊണ്ട് തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച്, പിന്നെ തൻ്റെ കൂട്ടുകാർ തൻ്റെ കൂടെയുണ്ട് സഹായത്തിന് എന്നൊക്കെ വിചാരിച്ച് മുതലയിൽ നിന്നുള്ള പിടി വിടുവിക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ തൻ്റെ കൂടെയുള്ള ആനകളെല്ലാം തന്നെ ഉപേക്ഷിച്ച് തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറി പോകുന്നത് കണ്ടപ്പോഴാണ് തന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഗജേന്ദ്രന് ബോധ്യമാകുന്നത്. മുതലയ്ക്കും തനിക്ക് ലഭിച്ച ശാപത്തിന്റെ ഫലമായിട്ടാണ് അത്രയും കാലം ആനയുടെ കാലിൽ പിടിച്ചു കിടക്കേണ്ടി വന്നത്. മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഏകാഗ്രത ലഭിക്കുന്നതിന് സമയമായപ്പോഴാണ് അവിടുന്ന് സഹായത്തിന് ആരുമില്ലാതെ ഇത്രയും കാലം ചെറുത്തു നിന്നുകൊണ്ട് ക്ഷീണിതനായ ഈ ഗജേന്ദ്രനെ മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി തീർത്തത്. അങ്ങനെ സ്വശക്തി കൊണ്ട് രക്ഷയില്ലെന്ന് ബോധ്യം വന്നപ്പോൾ ഗജേന്ദ്രന് പൂർവ്വസ്മരണയുണ്ടാക്കി ഭഗവത് ഭക്തി ഏകാഗ്രമാക്കി തീർത്തു. പ്രാരബ്ധം ശമിച്ച് മോക്ഷമാർഗത്തിലേക്ക് മനസ്സൂന്നുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോഴും നമുക്ക് ചുറ്റും നമ്മെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോഴും നാം ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുന്നില്ല. എന്നാൽ എല്ലാം നഷ്ടമാവുമ്പോഴാണ് നാം ഭഗവാനെ ആശ്രയിക്കുന്നത്. ഭഗവത് പ്രേരണ കൊണ്ടല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് മേൽപ്പത്തൂർ പിന്നെയും പിന്നെയും ഇവിടെ പറഞ്ഞുറപ്പിക്കുന്നു.
ഗജേന്ദ്രൻ മുതലയ്ക്ക് കീഴടങ്ങിയപ്പോൾ തൻ്റെ പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജ്ഞാനഭക്തി ഗജേന്ദ്രന്റെ ഉള്ളിൽ തെളിയുന്നു. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. മുതലയുടെ ശക്തമായ പിടുത്തം മൂലമുണ്ടായിരുന്ന വേദന കൂടിക്കൂടി വന്നപ്പോൾ, അലയോ പരമാത്മാവായ ഗുരുവായൂരപ്പ, ഈ ഗജേന്ദ്രന് ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ ഭഗവാനോടുണ്ടായിരുന്ന അഗമ്യമായ ഭക്തിയുടെ സ്മരണ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങി. അപ്പോൾ ആ തടാകത്തിലുണ്ടായിരുന്ന താമരപ്പൂക്കൾ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് പറിച്ചെടുത്ത് മേൽപോട്ടെറിഞ്ഞ് ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് താൻ മുൻജന്മത്തിൽ ഇന്ദ്രദ്യുമ്നനായിരിക്കുമ്പോൾ എപ്രകാരമാണോ ഭഗവത് പൂജ ചെയ്തിരുന്നത്, അതുപോലെ നിർഗുണ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ഉത്തമമായ സ്തോത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. ഭഗവാൻ ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യേർനാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ പുരസ്താദ്. അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഗജേന്ദ്രന്റെ ഈ സ്തോത്രം കേട്ടിട്ട് സഗുണാത്മകരായ ബ്രഹ്മാദിദേവന്മാർ തങ്ങൾ ഇതിന് വിഷയമല്ല എന്ന് ചിന്തിച്ച് പുറപ്പെടാതിരുന്നപ്പോൾ, പരമാത്മാവായ നിർഗുണബ്രഹ്മമായ സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ അധികമായ കാരുണ്യ നിമിത്തം ദയ കവിഞ്ഞൊഴുകുന്നവനായി ഗരുഡന്റെ പുറത്തു കയറി ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ഗജേന്ദ്രന് മോക്ഷം നൽകുന്നു. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവല്യം വ്യദാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂപ്യം പ്രാപ്യ ഭേദീപ്യതേ സ്മ. അങ്ങനെ ഭഗവാൻ തൻ്റെ താമരപ്പൂ പോലെയുള്ള മൃദുലമായ കൈകൾ കൊണ്ട് ആ ഗജേന്ദ്രനെ മുതലയുടെ ആ പിടുത്തത്തോടുകൂടി, ആ മുതല കാലിൽ പിടിച്ചിരിക്കുകയാണല്ലോ, അങ്ങനെ ആ മുതലയോടുകൂടി തന്നെ ആ തടാകത്തിൽ നിന്നും കരയ്ക്ക് കയറ്റി തൻ്റെ ദിവ്യായുധമായ സുദർശന ചക്രം കൊണ്ട് മുതലയെ പിളർന്ന് വധിച്ചു. അങ്ങനെ ശാപമോക്ഷം ലഭിച്ച മുതല ഗന്ധർവനായി തീർന്ന് ഗന്ധർവലോകത്തേക്ക് തിരിച്ചുപോയി. ഗജേന്ദ്രനാകട്ടെ ഭഗവാന്റെ സമാനമായ രൂപത്തെ ലഭിച്ച്, അതായത് സാരൂപ്യ മോക്ഷത്തെ ലഭിച്ച് അത്യന്തം പ്രകാശിക്കുകയും ചെയ്തു. ഭഗവാൻ ഗജേന്ദ്രന് ശാപമോക്ഷം നൽകി അനുഗ്രഹിച്ചതോടൊപ്പം ലോകരെയെല്ലാം അനുഗ്രഹിക്കുന്നു. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്തേനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഗജേന്ദ്ര മോക്ഷത്തെയും ഗജേന്ദ്രനെയും അവനെ രക്ഷിച്ച ഭഗവാനെയും ആരൊക്കെയാണോ പ്രഭാതത്തിൽ കീർത്തനം ചെയ്ത് പാടുന്നത് അവരെല്ലാം സംസാരക്ലേശമാകുന്ന മുതലയുടെ പീഡനത്തിൽ നിന്നും വിമുക്തി പ്രാപിക്കുമെന്ന് ഭഗവാൻ ലോകരെയെല്ലാം അനുഗ്രഹിച്ച് ആപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ആ ഭക്താഗ്രേസരനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ പരമപദമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുകയും ചെയ്തു. ഇപ്രകാരം ശരണാഗതരെ രക്ഷിക്കുന്നതിൽ ജാഗരൂകനായ ഗുരുവായൂരപ്പ തന്നെയും കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കവി ഈ ദശകം അവസാനിപ്പിക്കുന്നു.